ഇന്ന് ഞങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും തോന്നിയ സംശയങ്ങളാണ് ഇന്ന് അച്ഛനോട് ചോദിക്കുന്നത്. ഈ സംശയങ്ങൾ നമ്മുടെ അകത്ത് തോന്നുന്നതാകാം, നമ്മൾ ചില വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്നിട്ട് വരുന്ന ചില ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ആകാം. അപ്പോൾ നമ്മളെല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഡിസ്കഷൻ മോഡ് വെക്കാം. ശരിക്ക് ഈ ഒരു ഡിസ്കഷൻ മോഡാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ സ്പിരിച്വൽ ഫാമിലിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അനുവർത്തിച്ച് വരുന്ന ആ നമ്മളിലുള്ള ആ ഒരു ശരിക്കുള്ള ജെന്യുവിനിറ്റി ആയിട്ടുള്ള ആ ഒരു ലൈഫിനെ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ നമ്മൾ ചില ക്വസ്റ്റ്യനിലൂടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഇത് നമ്മുടെ ഒരു കൾച്ചറാണ്. ശരിക്കും വിശ്വാസികളായിട്ടുള്ള എല്ലാ വ്യക്തികളും ചർച്ചിൽ പോയി ഞായറാഴ്ചകളിൽ, ചൊവ്വാഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ അവർ പോയി ഒരു 2-2.5 മണിക്കൂർ അവരിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. പക്ഷേ ഞങ്ങളുടെ ആരാധനാ രീതി ഇതാണ്. അതായത് ജീസസിന്റെ ഡിസൈപ്പിൾസും എങ്ങനെയായിരുന്നോ, അവർ തമ്മിൽ എങ്ങനെയായിരുന്നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അതുപോലെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മഞ്ചാടി ചോദിക്കട്ടെ. മഞ്ചാടി ചോദിക്കട്ടെ. കാര്യം മഞ്ചാടി ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ ഇന്നലെ ഒരു യാത്ര പോയപ്പോ അതില് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നിട്ട് വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അദ്ദേഹത്തിന്റെ ഒരു ബിലീഫ് സിസ്റ്റം എന്തായിരുന്നു? അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഇസ്ലാമിക് വിശ്വാസത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ വെളിച്ചം കിട്ടിയപ്പോ അദ്ദേഹം പറയുന്ന ഒരു ഗ്രന്ഥത്തിനകത്തോ ഒരു പള്ളിക്കകത്തോ ഒതുങ്ങുന്നതല്ല ഞാൻ അള്ളാന്ന് വിളിക്കുന്ന ആ ശക്തി. സോ അതെല്ലാവരിലും ഉണ്ട്. നമ്മൾ കേൾക്കുന്നതല്ല സത്യം, കേൾക്കാത്ത മറ്റെന്തോ ഒരു സത്യമുണ്ട്. അതായത് IAS ഓഫീസർ, IPS പോലെയുള്ള വലിയ വലിയ ഉന്നതന്മാർക്കൊന്നും മനസ്സിലാകാത്ത കാര്യം ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് റിവീലായി കിട്ടിയത് വലിയൊരു കാര്യമാണ് അല്ലേ? അദ്ദേഹം നമുക്കിപ്പോ പറയാം ഓട്ടോ ഡ്രൈവർ എന്ന് പറയുമ്പോഴും ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ ഒരു ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല. ജ്ഞാനി എന്നേ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, ഈ സോ കോൾഡ് ടൈറ്റിൽ കിടക്കുന്ന ആൾക്കാരൊന്നും അല്ല ജ്ഞാനികൾ. ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന വ്യക്തികളല്ല നമ്മൾ ജ്ഞാനികളെന്ന് വിളിക്കേണ്ടത്. സാധാരണ വ്യക്തികൾക്ക് ശരിക്കും കിട്ടുന്ന ആ ഒരു ദൈവീകമായ വിസ്ഡത്തിൽ നിറയുന്ന ആൾക്കാരെയാണ് ജ്ഞാനി എന്ന് വിളിക്കേണ്ടത്. അത് അവർ ചെയ്യുന്ന തൊഴിലുമായിട്ടൊരു ബന്ധവുമില്ല. റൈറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൽ നിന്നിട്ട് കിട്ടിയ ഒരു ഒത്തിരി കാര്യം കിട്ടി. ഓക്കെ, ചോദിക്കും, നല്ല ശബ്ദത്തിൽ ചോദിക്കും. ഈ പറയുന്ന മതഗ്രന്ഥങ്ങളായിക്കോട്ടെ, എന്ത് വേണോലും ആയിക്കോട്ടെ, അതിനെ ശരിയെന്നും പറയാൻ പറ്റത്തില്ല, അതിനെ തെറ്റെന്നും പറയാൻ പറ്റത്തില്ല എന്ന്. കാരണം കാലാവസ്ഥ അനുസരിച്ച്, കാലഘട്ടങ്ങൾ അനുസരിച്ച്, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, മനുഷ്യന്മാരുടെ പരിണാമങ്ങൾ അനുസരിച്ച് ഈ ശരിയെന്ന് പറയുന്നത് തെറ്റായി മാറിയേക്കാം, ഈ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയായി മാറിയേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്കിൾ ഒരു കാര്യം പറഞ്ഞത്, ഒരു എക്സാമ്പിൾ, അത് ഫണ്ണായിട്ടാണ് പറഞ്ഞത്. അതായത് ഇന്ന് ഞാനൊരു മരത്തിന്റെ ഒരു തൈ നടുവാണ്. ഞാൻ നല്ല ഉദ്ദേശത്തോടെ, സന്തോഷത്തോടെ ഞാൻ പ്രകൃതിയിലേക്ക് ഒരു മരത്തിന്റെ തൈ നടുവാണ്. പക്ഷെ ആ മരം വലുതായി ഭയങ്കര വലിയൊരു മരമായി, ആ മരം മറിഞ്ഞു വീഴുന്ന ഒരു 10 പേര് മരിക്കുവാണ്. അപ്പൊ ആ 10 പേര് മരിക്കാനായിട്ടുള്ള കാരണം ആ മരമാണ്. ആ മരം വീഴാനായിട്ടുള്ള കാരണം ഞാൻ നട്ടത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും നടുന്നത്, പക്ഷെ പിന്നത്തേതിൽ അത് ദോഷമായി മാറിയേക്കാം എന്നിങ്ങനെ അങ്കിൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് മതത്തെ ഉദ്ദേശിച്ച് പറഞ്ഞ ഒന്നാണ്. ഓക്കെ. അപ്പം ഇവിടെ ഈ പറഞ്ഞ എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിളാണ്. ഇപ്പം മരം നട്ടു എന്ന് പറയുന്നത് നല്ലൊരു ഉദ്ദേശമാണ്. അതായത് മതം വന്നത് നല്ല ഉദ്ദേശത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം, അപ്പം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം ഇദ്ദേഹം നല്ല ഇൻറ്റൻഷനിൽ മരം വെച്ചുവെങ്കിലും മരം വെക്കേണ്ട രീതിയിൽ വെച്ചില്ലാത്തതാണ് പ്രശ്നമായത്. മരം നടുമ്പോൾ പാലിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 അടി അടുപ്പിച്ചിട്ടുള്ളൊരു കുഴി എടുത്തിട്ടാണ് സാധാരണ മരം വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ തെങ്ങ് വെക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ മരങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു 5 അടിയെങ്കിലും താഴ്ത്തും, കുറഞ്ഞത് 4 അടിയെങ്കിലും താഴ്ത്തും. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു കുഴി എടുത്തിട്ടാണ് ഈ മരം വെക്കുന്നത്. അങ്ങനെയാണ് മരം വെക്കേണ്ടത്. ഇതെത്ര പേർക്ക് അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ.
അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അറിവ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ പിന്നത്തേതിൽ ദോഷമായി മാറും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകും? പുറമേ ഒരു ചെറിയൊരു കുഴിയെടുത്തിട്ട് അതിനകത്ത് ഈ മരം നട്ടിട്ടുണ്ടാകും. സോ ഈ മരത്തിൻ്റെ വേര് ഓടാനായിട്ട് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം വേര് ഓടിക്കഴിഞ്ഞാൽ ആഴത്തിലേക്ക് ഈ വേര് പോയില്ല എന്നുണ്ടെങ്കിൽ മരം വലുതാകുമ്പോൾ മറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ പഴയ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഒരു 5 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിനകത്ത് കരിയിലയും അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിനകത്തൊരു കുഴി കുത്തി അതിനകത്ത് മരം നട്ട് വരുമ്പോൾ അതിൻ്റെ തായ് വേര് എങ്ങോട്ട് തന്നെ പൊക്കോളും? താഴോട്ട് തന്നെ പൊക്കോളും. മണ്ണൊക്കെ നികന്ന് വന്നാലും ഈ കുഴിക്കകത്ത് ഇതിൻ്റെ വേര് ഭദ്രമായിക്കൊള്ളും. ആ മരം പെട്ടെന്നൊന്നും വീഴത്തില്ല. ഓക്കെ, കാര്യം പിടി കിട്ടിയോ? അപ്പം നമുക്ക് ഇതിനെ കൊണ്ട് ഏതിൽ വെക്കാൻ പറ്റത്തില്ല, വിധിയിൽ വെക്കാൻ പറ്റത്തില്ല. ഇത് മരം വന്ന് വീണു, 10 പേര് മരിച്ചു, അവൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് വിധിയെ പഴിചാരാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്തുള്ള സൈഡ് എഫക്റ്റാണ്, പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് മതവും. മതത്തിനകത്ത് നല്ല ഉദ്ദേശത്തിലാണ് കൊണ്ടുവന്നതെങ്കിലും അതിനകത്ത് നമ്മൾ വരുത്തുന്ന ചില വെള്ളം ചേർക്കലുകളാണ് അല്ലെങ്കിൽ ചില പോരായ്മകളാണ് പിന്നത്തേതിൽ ദോഷമായി മാറുന്നത്. അപ്പം നല്ല ഉദ്ദേശത്തിൽ തുടങ്ങി, പക്ഷേ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ശരിക്കും വിലയിരുത്തി മനസ്സിലാക്കി കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുവാണ്, ആ സമയത്തേക്കുള്ള ചില കാര്യങ്ങൾ തട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ മതഗ്രന്ഥങ്ങളായിക്കോട്ടെ അത് പിൻകാലത്ത് അവർ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ നല്ല രീതിയിലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അത് വ്യാഖ്യാനിക്കുന്ന രീതി ആയിരിക്കാം അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അപ്പോഴാണ് അങ്കിൾ ഇത് പറഞ്ഞത്, അന്ന് ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചിലപ്പോൾ ഇന്ന് അത് എടുത്തു പറഞ്ഞ് എനിക്ക് അതാണ് പെട്ടെന്ന് സ്ട്രക്ക് ആയത്. അതായത് കാലാവസ്ഥ അനുസരിച്ച്, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, കാലഘട്ടങ്ങൾ അനുസരിച്ച് തെറ്റാവാം, ശരിയാവും. ഓക്കെ, അപ്പോൾ ഈ മഞ്ചാടി ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇതിനകത്ത് കൂടുതൽ അനുയോജ്യമായ കാര്യം. ഏത് കാര്യമാണ്? നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇരുന്ന് ആ പഴയ ഒരു കാര്യത്തെ വിചിന്തനം ചെയ്യുമ്പോൾ അതിനെ ശരിക്കും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ എഴുതിയ സമയത്തുള്ള ആ ഒരു ഉദ്ദേശശുദ്ധിയിലായിരിക്കത്തില്ല ഒരുപക്ഷെ നമ്മളിന്ന് അതിനെ മനസ്സിലാക്കുന്നതും സ്വീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. സോ അത് മതത്തിൻ്റെ ഒരു വിപത്താണ്. പക്ഷെ അതിനെ നമ്മൾ വിശ്വസിക്കണം, അല്ലേ? ഈ കാലഘട്ടം അനുസരിച്ച് നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഇനി ചില കാര്യങ്ങളാണെങ്കിൽ ആ കാലഘട്ടത്തിൽ മാത്രം റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തിയേ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാകാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തിരസ്കരിച്ച് കളയണം. നമ്മൾ ഏതൊരു വീഡിയോ ചെയ്തപ്പോൾ 8 വീട്ടിപ്പിള്ളമാരുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇന്ന് 8 വീട്ടിപ്പിള്ളമാരില്ല, പക്ഷേ ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 60 വർഷം മുമ്പ് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് 8 വീട്ടിപ്പിള്ളമാരുണ്ടായിരുന്നു. അറിയാം 8 വീട്ടിപ്പിള്ളമാർ? അതൊക്കെ സ്കൂളിൽ പോകുമ്പം എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഹിസ്റ്ററിക്കകത്ത് നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തെ രാജാക്കന്മാരുടെ സേവകരായിട്ട് നിന്ന ചില കുടുംബങ്ങളെ വിളിച്ച പേരാണ് 8 വീട്ടിപ്പിള്ളമാരെന്ന്. അവർക്ക് കുറേ ടാസ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് രാജഭരണമില്ല, അപ്പോൾ 8 വീട്ടിപ്പിള്ളമാരും ഇല്ല, അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് 8 വീട്ടിപ്പിള്ളമാരെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അത് ഔട്ട്ഡേറ്റഡായി. ഇനി നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആരെക്കുറിച്ച് സംസാരിക്കാം? MLA കുറിച്ച് സംസാരിക്കാം, MP കുറിച്ച് സംസാരിക്കാം, റെലവൻ്റാണ്. സോ ഇതുപോലെ മതത്തിനകത്തുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്ന് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കണം. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഡൗട്ട്, മതഗ്രന്ഥങ്ങൾക്കകത്ത് ഇപ്പൊ നമുക്ക് പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളുണ്ടോ തള്ളിക്കളയേണ്ട? ഇഷ്ടം പോലെ ബൈബിളിനകത്ത് ഉള്ളതിൽ ഏകദേശം ഒരു 75% കൂടുതൽ കാര്യങ്ങളും തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. കാരണം യേശു കർത്താവും ശിഷ്യന്മാരും ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് ഉപദേശിച്ച ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഇന്ന് ആവശ്യമുള്ള കാര്യമല്ല. ആ യഹൂദൻ്റെ ആ കാലത്ത് 2000 വർഷം മുമ്പുള്ള യഹൂദൻ്റെ കാലഘട്ടത്തിൽ ആ പശ്ചാത്തലത്തിൽ അവരുടെ സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്ത് അതുപോലെ നമുക്ക് ഈ നൂറ്റാണ്ടിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. 2000 വർഷത്തിന് പറ്റത്തില്ല. നമ്മുടെ കൾച്ചർ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം ഘോരഘോരം പ്രസംഗിക്കുന്നൊരു കാര്യമാണ്, ജീസസ് 2ാമത് വരും. അത് കഴിഞ്ഞ കാര്യമാണ് ഇപ്പോഴും, പക്ഷേ ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജീസസ് 2ാമത് വരുമ്പോൾ ആ സമയത്ത് വലിയ കയോസ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കുന്ന ഡിസൈപ്പിളിനോട് ജീസസ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം എൻ്റെ വരവായി. ആ സമയത്ത് നിങ്ങൾ ഒറ്റ ഓട്ടം അടുത്ത മലയിലേക്ക്, ആ മലയിലേക്ക് നിങ്ങൾ ഓടിപ്പോകണം, തിരിഞ്ഞ് നോക്കരുത്.
നിങ്ങളെ പലരും പറഞ്ഞ് അവിടെ ഇവിടെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും. നിങ്ങൾ ആരുടെയും വാക്ക് കേൾക്കരുത്. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, സമയമായി ആ മലയിലേക്ക് ഓടിപ്പോക്കണം. നമുക്കിവിടെ ഏതാ മലയിരിക്കുന്നത്? മൂക്കുന്നി മലയിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ സോൾജേഴ്സ് അതിൻ്റെ മുകളിൽ കൈയടക്കി വെച്ചേക്കുക. മൂക്കുന്നി മലയിലേക്ക് ഓടിക്കഴിഞ്ഞാൽ അവരപ്പം ഷൂട്ട് ചെയ്യും. പിന്നെ ഇവിടുന്ന് പോകേണ്ടത് ചിലപ്പോൾ അഗസ്ത്യാർ കൂടത്തിലോ അല്ലെങ്കിൽ പൊന്മുടിയിലൊക്കെ ഓടേണ്ടി വരും. ഇവിടുന്ന് പൊന്മുടി ഒരു ഓടാൻ പറ്റുമോ? അപ്പം ഓരോ കാലഘട്ടത്തിൽ ആ ജനതയോട് പറയുന്ന കാര്യങ്ങൾ എടുത്ത് ജനറലൈസ് ചെയ്തിട്ട് കർത്താവ് വരുമ്പോഴത്തേക്ക് മലയിലേക്ക് ഓടിപ്പോകാനിരിക്കുന്ന മലയാളികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ ഓടും, കാരണം അങ്ങനെയാണ്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ മലയില്ലെങ്കിൽ മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ കുരിശുമല, അങ്ങനെ പല മലകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തിരുവനന്തപുരത്ത് ആൾക്കാരൊക്കെ വെള്ളറട വരെ ഓടുമായിരിക്കും കുരിശുമലയിലേക്ക്. എനിക്കൊന്ന് കിട്ടണമായിരുന്നു. ജീസസ് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും മലയിലേക്ക് ഓടാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക് ഈ പെർസിക്യൂഷൻ അകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അവിടെ നടക്കുന്ന ആ ഒരു കലാപത്തിനകത്ത് നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ജീസസ് മുൻകൂട്ടി പറഞ്ഞ ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മലയ്ക്കകത്ത് പ്രശ്നമൊന്നും വരത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടോ, അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കും. ദേവാലയത്തെ ചുട്ടുകരിക്കും, ഇവിടെ അടിപിടി ഉണ്ടാകും, കുഞ്ഞുങ്ങളെ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കും, ഇവിടെ ആകെപ്പാട് പ്രശ്നമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് നിങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുവാണ്, നിങ്ങളെന്ത് ചെയ്യണം? ഈ പ്രശ്നം വരുമ്പോൾ ആ മലയിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സേഫ്റ്റി ആയിരിക്കും. ഇപ്പം ചില സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളും പറയത്തില്ലേ, ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പം നമ്മളെന്ത് ചെയ്യും? ഒരു സേഫ്റ്റി ക്യാമ്പിലേക്ക് ആൾക്കാരൊക്കെ മാറ്റത്തില്ലേ? അപ്പോൾ അവിടെ സുരക്ഷിതത്വമുണ്ട്, പ്രൊട്ടക്ഷനുണ്ട്. അപ്പോൾ ആ ക്യാമ്പിലേക്ക് എല്ലാവരെയും മാറ്റും എന്നൊക്കെ പറഞ്ഞതുപോലെ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്രയും എന്ത് ചെയ്യണം? ആ മലയിലേക്ക് പോകണം. കാരണം അവിടെ മാത്രമേ ഈ മലകളും കുന്നുകളൊക്കെ ഉള്ളൂ. ഇവിടെ അതുപോലെ ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എടുത്തു വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ഓടിയിട്ടും കാര്യമില്ല. അപ്പോൾ ഇന്നും ജീസസിൻ്റെ രണ്ടാം വരവ് കാത്തിരിക്കുന്ന ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ ഓടേണ്ട സിറ്റുവേഷൻ വരുമെന്നുള്ളത് ബൈബിളിൽ കിടക്കുന്നതെന്ന് ആരും വരെ പഠിപ്പിച്ചിട്ടില്ല. കാരണം അതൊക്കെ മറച്ചു വെച്ചാലേ മതത്തിന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പല കാര്യങ്ങളും മാറ്റി നിർത്തിയിട്ടാണ് ഈ രണ്ടാം വരവിന് വേണ്ടിയിട്ട് ഇന്ന് ക്രിസ്തീയ ലോകം ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മലയുടെ കാര്യം പലരും ഇപ്പോഴായിരിക്കും കേൾക്കുന്നത്. ഇപ്പോഴാണ് കേൾക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ ആ കാര്യങ്ങൾ എന്താണ്? അപ്പോൾ മതത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചിലത് ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ളതായിരുന്നു, ചിലത് ഈ കാലഘട്ടത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കാത്തതിലുള്ള കുഴപ്പമാണ്. ഇപ്പോൾ ഈ മലയുടെ കാര്യം പറഞ്ഞത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അത് ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ളതാണ്. സോ ഇങ്ങനെ വിലയിരുത്തണം ഓരോ കാര്യങ്ങളെയും. ആവശ്യമുള്ള കാര്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുക്കുക, ബാക്കിയുള്ളത് തള്ളിക്കളയുക.